കാലവർഷം എത്തിക്കഴിഞ്ഞു. കാലവർഷത്തിന് മുൻപ് ചെയ്യേണ്ടതായിട്ടുള്ള മുൻകരുതലുകൾ അതെല്ലാം യഥാസമയം ചെയ്തോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. കാലവർഷം വന്ന് അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഭവങ്ങൾ, അത് പ്രളയമായാലും അതുപോലുള്ള മറ്റ് മണ്ണിടിച്ചിലുകളായാലും മറ്റ് ചില ദുരന്തങ്ങളായാലും, അത് വന്നതിന് ശേഷം അതിന്റെ പുറകെ ഓടുന്നതിനേക്കാൾ നല്ലത്, എത്രയോ നല്ലതാണ് അത് വരുന്നതിന് മുമ്പ് തന്നെ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അതെല്ലാം ഭംഗിയായി നിർവഹിക്കേണ്ടത്. അതിനുള്ള സമയവും എല്ലാം കിട്ടിയതുമാണ്. പ്രത്യേകിച്ചും റോഡിലെ ഓടകൾ, ആ ഓടകളെല്ലാം കാലക്രമേണ നികർന്ന് ചെളിയും മണ്ണും കയറി നികരുന്നത് സ്വാഭാവികമാണ്. അതെല്ലാം കാലവർഷം എത്തുന്നതിന് മുമ്പ് തന്നെ അതെല്ലാം വൃത്തിയാക്കി വെള്ളം യഥേഷ്ടം കടന്നു പോകത്തക്ക നിലയിലേക്ക് അത് മാറ്റിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ, അല്ലെങ്കിൽ അത് മാറ്റിയെടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ യഥാസമയം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നടത്തിയ പ്രവർത്തനങ്ങൾ ഫലപ്രദമാണോ എന്നെല്ലാം പരിശോധിക്കേണ്ട സമയവും കഴിഞ്ഞിരിക്കുന്നു. എന്തെല്ലാം അതുപോലെ തന്നെ കാലവർഷത്തിന്റെ കൂടപ്പുറപ്പായ സാംക്രമിക രോഗങ്ങൾ, അത് പല വിധത്തിൽ ആ രോഗങ്ങൾ സംസ്ഥാനത്ത് പടർന്നു പിടിക്കാറുണ്ട്. അത് മഞ്ഞപ്പിത്തമായാലും അതുപോലുള്ള പനിയായാലും, അതുപോലെ പനി തന്നെ പല വിധത്തിലുള്ള പനികളുണ്ട്. അതെല്ലാം ഒരു ജാഗ്രത. മാത്രമല്ല, കോവിഡ് പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല. അതെല്ലാം തിരികെ വരാനുള്ള സാധ്യത വിരളമാണെങ്കിൽ തന്നെയും സാധ്യത പൂർണ്ണമായും ഇല്ലാതില്ല എന്ന് പറയാനാവില്ല. അതുകൊണ്ട് എല്ലാ ഭാഗത്തും ജാഗ്രത ഉണ്ടാവണം. പ്രത്യേകിച്ചും വീടും പരിസരവും വളരെ ശുദ്ധമായി ഇരിക്കണം. കൊതുകുകൾ വരാനുള്ള സാധ്യത, ആ കൊതുകിലൂടെ സാംക്രമിക രോഗങ്ങൾ പകരാനുള്ള സാധ്യതയെല്ലാം വളരെ വലുതാണ്. കൊതുകുകളെയെല്ലാം നശിപ്പിക്കാനും ആ കൊതുകുകൾ വന്ന് മുട്ടയിട്ട് വീണ്ടും കൊതുകുകൾ പെരുകുന്നതിനുള്ള സാധ്യതയുള്ള ഭാഗങ്ങളെല്ലാം തന്നെയും ശ്രദ്ധിച്ച് അവിടെയെല്ലാം അതിനുള്ള മാറ്റങ്ങൾ വരുത്തി അവിടെയെല്ലാം മരുന്നുകൾ തളിച്ച് വീടും പരിസരവും വൃത്തിയായി സൂക്ഷിച്ച്, അതുപോലെ തന്നെ ചെറിയ തോടുകൾ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ ആ തോടുകളിൽ എവിടെയെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്ന് നോക്കി അതെല്ലാം ആ തടസ്സങ്ങളെല്ലാം നീക്കിക്കൊണ്ട് അതുവഴി വരുന്ന വെള്ളത്തിന് സ്വതന്ത്രമായി പോകാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച് എടുക്കേണ്ട സമയം തന്നെ കഴിഞ്ഞിരിക്കുന്നു. ആ രംഗത്ത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും അതോടൊപ്പം തന്നെ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ അതിലേക്ക് വേണ്ടുന്ന ഫണ്ടുകൾ എത്തിച്ചു കൊടുക്കുന്നതിനുള്ള അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സജീവമായും ജാഗ്രതയായും ഇരിക്കണം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട്, പ്രതിപക്ഷ ഭേദമന്യേ സഹകരിപ്പിച്ചുകൊണ്ട് നടത്തണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു.